ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വിഷയം എല്ലാവരോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ് കേരളത്തിലെ ഈ അമ്മയുടെയും മോളുടെയും സൂസൈഡ്. യെസ്, ടു ഓൾ മൈ ഡിയർ പാരൻസ് ആൻഡ് മൈ സിസ്റ്റേഴ്സ്, എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആരുടെ വാശിക്കോ അല്ലെങ്കിൽ ആരുടെ നിർബന്ധപ്രകാരം നിങ്ങൾ കല്യാണം കഴിക്കരുത്, പ്ലീസ്. എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ചിട്ട് മരിക്കാൻ വേണ്ടിയോ, സൂസൈഡ് ചെയ്യാൻ വേണ്ടിയോ? പ്ലീസ് ഇനിയെങ്കിലും ഈ ഒരു ആചാരം സ്റ്റോപ്പ് ചെയ്യണം. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ നിങ്ങളൊരു ബാധ്യതയായിട്ട് തള്ളിക്കളയരുത്. ഒരു ഏജ് ആകുമ്പോൾ ഇവരെ കെട്ടിച്ച് വിടണം എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു നാക്കൻ്റെ കയ്യിൽ കെട്ടിച്ച് കൊടുക്കരുത്. പിന്നെ നിങ്ങൾ ഇൻ കേസ് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കാം, അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ കെട്ടിയവൻ്റെ സൈഡിൽ നിന്നോ അവരുടെ അപ്പനമ്മയുടെ സൈഡിൽ നിന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നിങ്ങളത് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കണം. പിന്നെ പാരൻസിനോട് നിങ്ങളുടെ മക്കൾ വന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അയ്യോ മോളെ, അയ്യോ മോനെ, ഇതൊക്കെ മാരേജ് ലൈഫിൽ അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഉള്ളതാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, ഞങ്ങളും ഇതൊക്കെ കടന്നാൽ വന്നേക്കണേ എന്നൊരു ഡയലോഗ്, ആ പഴഞ്ചൊല്ലി ഡയലോഗ് നിങ്ങൾ നിർത്തണം ആദ്യം. ഓക്കെ, നിങ്ങളുടെ മക്കളെ നിങ്ങളെ വിശ്വസിച്ച് വരുമ്പോൾ അതൊരു ഉറപ്പ് എന്ന പേരിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വേണം അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ. അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്താണ് ഈ സൂസൈഡ് എന്ന നോട്ടിൽ കൊണ്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇനിയും പല ഇങ്ങനത്തെ ഉണ്ണാക്കന്മാർ വരും, എഴുന്നള്ളും. അപ്പോൾ ദൈവത്തെ ഓർത്ത് എൻ്റെ മാതാപിതാക്കൾ, നിങ്ങൾ ഒരാളെയും ഒരു മക്കളെയും ചതിക്കുഴിയിൽ കൊണ്ടേ വീഴ്ത്തരുത്, പ്ലീസ്. പിന്നെ എല്ലാ പെൺപിള്ളേരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബോൾഡായിരിക്കണം. നിങ്ങളുടെ ഡിസിഷനിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങൾ ഒരിക്കലും ആരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥയല്ല ഈ ഒരു ജനറേഷൻ. സോ ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് ടുഗെദർ. ഇനി വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെടട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.